2025-26 വർഷത്തെ 3ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. പ്രവർത്തനം 1, വരച്ചു ചേർക്കൂ. ഡ്രോണുകളുടെ ചിത്രം നോക്കൂ. മാതൃക പോലെ വരച്ചു ചേർക്കുക. മാതൃക കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഡ്രോണിൽ 6x4 എന്ന് എഴുതിയിട്ടുണ്ട്. 6 ഗുണിക്കണം 4 എത്രയാണ്? 24 ആണല്ലേ. അതുകൊണ്ട് റിമോട്ടിൽ 24 എന്ന് എഴുതി റിമോട്ടിലേക്ക് ഡ്രോണിനെ വരച്ചു ചേർക്കണം. അതേപോലെ ഓരോന്നിൻ്റെയും ഗുണനവും അതിൻ്റെ ഉത്തരവും തമ്മിൽ വരച്ചു ചേർക്കണം. രണ്ടാമത്തെ ഡ്രോണിന് 72 എന്നാണുള്ളത്. 72 വരെ ഏതാണ്? 9x8. 9x8 72 ആണ്. അത് വരക്കുക. പിന്നെ 42, 7x6 42, 9x9 81, 7x7 49. ഇനി അടുത്തത്, ഒരു പേനയുടെ വില 8 രൂപയാണ്. ഇത്തരം 12 പേന വാങ്ങാൻ എത്ര രൂപ വേണം? 12 ഗുണിക്കണം 8 സമം 96 രൂപ. പാറ്റേൺ പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് ഈ പാറ്റേൺ പൂർത്തിയാക്കേണ്ടത്. ഇനി രോഹൻ 12 പേന 120 രൂപയ്ക്ക് വാങ്ങി. സോനു ഒരു പേന 12 രൂപയ്ക്ക് വാങ്ങി. താഴെ തന്നതിൽ ശരിയായതിന് ടിക്കിടുക. രോഹൻ വാങ്ങിയ ഒരു പേനയുടെ വിലയും സോനു വാങ്ങിയ ഒരു പേനയുടെ വിലയും തുല്യമാണോ? അല്ല. രോഹൻ 12 പേന 120 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പേനക്ക് 10 രൂപയാണ്. അതുകൊണ്ടാണ് 12 പേന 120 രൂപയ്ക്ക് കിട്ടിയത്. ഒരു പേനക്ക് 10 രൂപ. 10 പേനക്ക് എത്ര രൂപയാകും? 10 × 10 100. പിന്നെയോ 2 പേനക്ക് 10 രൂപ. 10 × 20 രൂപ. അപ്പോൾ 120 രൂപ. അപ്പോൾ 12 പേന 120 രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ ഒരു പേനക്ക് 10 രൂപയാണ്. അപ്പോൾ സോനു വാങ്ങിയ പേനക്ക് 12 രൂപയാണ്. അപ്പോൾ ചോദ്യം എ എന്ന ഓപ്ഷൻ തെറ്റാണ്. രോഹൻ വാങ്ങിയ ഒരു പേനയുടെ വിലയും സോനു വാങ്ങിയ ഒരു പേനയുടെ വിലയും തുല്യമാണ് എന്നത് തെറ്റാണ്. ഇനി 2 ബി, രോഹൻ വാങ്ങിയ ഒരു പേനയ്ക്ക് 2 രൂപ കൂടുതലാണ്. ആണോ? അല്ല. രോഹൻ വാങ്ങിയ പേനയ്ക്ക് 2 രൂപ കുറവാണ് മറ്റേതിനേക്കാൾ. സോനു വാങ്ങിയ ഒരു പേനയ്ക്ക് 2 രൂപ കൂടുതലാണ്. അത് ശരിയാണ് അല്ലേ. രോഹൻ വാങ്ങിയതിനേക്കാൾ 2 രൂപ കൂടുതലുള്ള പേനയാണ് സോനു വാങ്ങിയത്. രോഹൻ വാങ്ങിയതിന് 10ഉം സോനു വാങ്ങിയതിന് 12ഉമാണ്. സോനുവിൻ്റെ പേനയ്ക്കാണ് വില കുറവ്. അതും തെറ്റാണ്. അതുകൊണ്ട് സി ആണ് ശരി. പ്രവർത്തനം 2ൽ എ, അളക്കാം കണ്ടെത്താം. ചിത്രത്തിലെ ഓരോ അളവ് പാത്രം കൊണ്ടും എത്ര തവണ അളന്നാലാണ് 1 ലിറ്റർ ആവുക? ഒന്നാമത്തെ അളവ് പാത്രത്തിൽ 100 മില്ലി ലിറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. 100 മില്ലി ലിറ്റർ എത്ര തവണ അളക്കണം? 10 തവണ അളന്നാലാണ് 1 ലിറ്റർ ആവുക. കാരണം 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ 100 മില്ലി ലിറ്റർ 10 തവണ അളന്നാൽ 1000 മില്ലി ലിറ്റർ, അതായത് 1 ലിറ്റർ കിട്ടും. ഇനി ഇവിടെ 200 മില്ലി ലിറ്ററിൻ്റെ പാത്രമാണുള്ളത്. 200 മില്ലി എത്ര തവണ അളന്നാലാണ് 1 ലിറ്റർ കിട്ടുക? 5 തവണ അല്ലേ. 200 5 പ്രാവശ്യം കൂട്ടി നോക്കിയാൽ മതി. 200 200 400, വീണ്ടും 200 600, പിന്നെയും 200 800, പിന്നെയും 200 1000. അങ്ങനെ 5 തവണ അളക്കണം. രോഹൻ സൊസൈറ്റിയിൽ പാൽ കൊടുത്തു. കൊടുത്ത പാൽ 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണയും 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 3 തവണയും അളന്നു. സൊസൈറ്റിയിൽ കൊടുത്ത പാലിൻ്റെ അളവ് എത്രയാണ്? 2 തവണ 2 ലിറ്റർ പാത്രം 2 തവണ അളന്നാൽ 4 ലിറ്റർ കിട്ടും. പിന്നെയോ 200 മില്ലി ലിറ്റർ പാത്രം 3 തവണ അളന്നാൽ 600 മില്ലി ലിറ്റർ കിട്ടും. അപ്പോൾ 4 ലിറ്റർ 600 മില്ലി ലിറ്ററാണ് കൊടുത്തത്. 500 മില്ലി ലിറ്ററിന് തുല്യമായത് താഴെ തന്നതിൽ ഏതൊക്കെയാണ്? ശരിയായതിന് ടിക്കിടുക. 500 മില്ലിയാണ്. അപ്പോൾ 100 മില്ലി ലിറ്റർ 10 തവണ ആയാൽ 1000 മില്ലി ആകും. 200 മില്ലി ലിറ്റർ 2 തവണയും 100 മില്ലി 2 തവണയുമായാലോ? അത് ശരിയല്ല. പിന്നെ 100 മില്ലി ലിറ്റർ 5 തവണയായാലോ? 500 മില്ലി ആകും. ഓക്കെ, അത് ശരിയാണ്. 200 മില്ലി ലിറ്റർ 2 തവണയും 100 മില്ലി ലിറ്റർ 1 തവണയായാലോ? അപ്പോഴും 500 മില്ലി കിട്ടും. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. 3ഉം 4ഉം എന്നുള്ള കോളത്തിൽ ടിക്കിടുക. പ്രവർത്തനം 2 ബി, ഭാരം കണക്കാക്കാം. 1 കിലോഗ്രാമിന് തുല്യമായത് താഴെ തന്നതിൽ ഏതൊക്കെ? 500 ഗ്രാം 2 തവണ ഇട്ടാൽ 1 കിലോഗ്രാം. ശരിയുത്തരത്തിന് ടിക്കിടണം. ഓക്കെ, അത് ശരിയാണ്. 500 ഗ്രാം 2 തവണയായാൽ 1 കിലോഗ്രാമായി. കാരണം 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. 200 ഗ്രാം 4 തവണയായാൽ 1 കിലോഗ്രാം കിട്ടുമോ? ഇല്ല, 800 ഗ്രാം ആവുകയുള്ളൂ. അത് ശരിയല്ല. 100 ഗ്രാം 8 തവണയായാലോ? അപ്പോഴും 800 ആണ്, 1000 കിട്ടില്ല. 250 ഗ്രാം 4 തവണ, അത് ശരിയാണ്. അപ്പോൾ 1 കിലോഗ്രാം കിട്ടും. അപ്പോൾ 1ഉം 4ഉമാണ് ശരി. സി ആണ് ശരി ഉത്തരം അല്ലേ. 1ഉം 4ഉം. ഇനി അതിന് ടിക്കറ്റ്. ഇനി ഇഷാനും സാൻമിയയും
പലചരക്ക് കടയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റാണ് താഴെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലിസ്റ്റ് മുഴുവൻ വായിച്ചു നോക്കുക, എന്നിട്ട് ചോദ്യം നോക്കുക. ഓരോരുത്തരും വാങ്ങിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര? ഇഷാൻ വാങ്ങിയത്, ഈ ഭാരങ്ങൾ കൂട്ടി നോക്കിയാൽ 12 കിലോഗ്രാമും 800 ഗ്രാമുമാണ് കിട്ടുക. സാൻമിയ വാങ്ങിയതോ, ഇത് മുഴുവനും കൂട്ടി നോക്കിയാൽ 8 × 5 13, 13 14, 14 കിലോഗ്രാമും 500 250 750 ഗ്രാമും. അപ്പോൾ 14 കിലോഗ്രാം 750 ഗ്രാം എന്ന് എഴുതുക. പലചരക്ക് കടയിൽ 8 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് 1 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പിയിൽ നിറക്കാൻ എത്ര കുപ്പി വേണം? 8 കുപ്പി. 2 ലിറ്ററിന്റെ കുപ്പിയാണെങ്കിൽ എത്ര കുപ്പി വേണം? 4 കുപ്പി. 2 ലിറ്ററിന്റെ 4 കുപ്പി കൂട്ടിയാൽ 8 ലിറ്റർ കിട്ടും. പ്രവർത്തനം 3A, കാനനോത്സവം. കാനനം മീൻസ് കാട്ടിലെ ഉത്സവമാണ്. കാട്ടിലെ ഉത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ കാട്ടിലെ കൂട്ടുകാർ നേടിയ പോയിന്റ് നോക്കൂ. ചിന്നക്കുയിൽ 130 പോയിന്റ്, ആനമൂപ്പൻ 185, സുന്ദരിക്കാക്ക 140, കുഞ്ഞരിപ്രാവ് 175 പോയിന്റ്. സുന്ദരിക്കാക്ക എത്ര പോയിന്റ് നേടി? 140 പോയിന്റ്. ആനമൂപ്പന്റെ പോയിന്റിന് ഒപ്പമെത്താൻ ചിന്നക്കുയിലിന് എത്ര പോയിന്റ് കൂടി വേണം? ചിന്നക്കുയിലിന് 130 പോയിന്റാണ് കിട്ടിയത് അല്ലേ? ആനമൂപ്പന് 185ആണ്. അപ്പോൾ 185-ൽ നിന്ന് 130 കുറച്ചാൽ മതി, അല്ലെങ്കിൽ 130-ന്റെ കൂടെ കുറച്ച് കൂട്ടി നോക്കുക അല്ലേ? 140, 50, 60, 70, 80, 85. അപ്പോൾ 55 പോയിന്റ് കൂടെ വേണം. ഇനി സമ്മാനമായി കിട്ടിയ 40 മാങ്ങ 4 പേരും തുല്യമായി വീതിച്ചെടുത്തു. ഒരാൾക്ക് എത്ര മാങ്ങ കിട്ടി? 40 മാങ്ങയെ 4 ഭാഗമാക്കിയാൽ ഒരാൾക്ക് 10 മാങ്ങ വീതം കിട്ടും അല്ലേ? 4 10 40. കൂട്ടുകാർക്ക് കിട്ടിയ പോയിന്റുകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതിയാൽ 175-ന് ശേഷം വരുന്ന സംഖ്യ ഏത്? അപ്പോൾ 185 അല്ലേ? 175-ന്റെ കൂടുതലുള്ളത് 185 ഇതിൽ. പിന്നെയോ, ഇനി 625 എന്ന സംഖ്യക്ക് തുല്യമായത് താഴെ തന്നതിൽ ഏതാണ്? ശരിയായതിന് ടിക്കിടുക. ഇതിൽ 4 100 22 10 5 1 അതാണ് 625 കിട്ടുക അല്ലേ? 4 100 എന്ന് പറഞ്ഞാൽ 400, 22 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 10 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 20 10 എന്ന് പറഞ്ഞാൽ 200. അപ്പോൾ 400ഉം 200ഉം 600. പിന്നെ 2 10 കൂടെ ബാക്കിയുണ്ട് അല്ലേ? 22 10 2 10 20, അപ്പോൾ 620. പിന്നെ 5 1, അപ്പോൾ 625. അതാണ് ശരി. പ്രവർത്തനം 3B, സംഖ്യ കണ്ടെത്താം. കാർഡ് കളിക്കായി മിട്ടുമാന് കിട്ടിയ കാർഡുകൾ നോക്കൂ. 6 8 7 എന്നീ കാർഡുകളാണ് കിട്ടിയത്. ഈ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 876 ഏറ്റവും വലിയ 3 അക്ക സംഖ്യ അല്ലേ? ഇനി 990 എന്ന സംഖ്യ അബാക്കസിൽ രൂപീകരിക്കാൻ എത്ര മുത്തുകൾ വേണം? 18 മുത്തുകൾ വേണം അല്ലേ? 0-ന് മുത്ത് വേണ്ട. അതുകൊണ്ട് 900 എന്ന് എഴുതാനും 9 മുത്ത് വേണം, 90 എന്ന് എഴുതാനും 9 വേണം. അപ്പോൾ 9 9 18. പട്ടിക പൂർത്തിയാക്കാം. 1246 അതവിടെ സംഖ്യയിലും അക്ഷരത്തിലും എഴുതിയിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവയും 1275 എന്ന് 1715 എന്ന് എഴുതുക. 1001, 909, 910. ഇനി 845-ന് തുല്യമായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ശരി ഉത്തരത്തിന് ടിക്കിടുക. 405 + 440 845. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. പ്രവർത്തനം 4, ചിത്രഗ്രാഫ്. 3-ാം ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിൽ വരുന്ന രീതി താഴെ കൊടുത്തിരിക്കുന്നു. ഇവിടെ കാറിൽ വരുന്ന 5 കുട്ടികളുണ്ട്. ബസ്സിൽ വരുന്ന എത്ര പേരുണ്ട്? എന്നെ നോക്കാം. സൈക്കിളിൽ വരുന്നവർ, നടന്നു വരുന്നവർ. ഓക്കെ, ബസ്സിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എത്ര? 11 പേരാണുള്ളത്. പിന്നെ കാറിൽ വരുന്നതിനേക്കാൾ എത്ര കൂടുതൽ കുട്ടികൾ ബസ്സിൽ വരുന്നു? 6. കാറിൽ 5 പേരാണ് അല്ലേ? ബസ്സിൽ 11 പേര്. അപ്പോൾ 6-നേക്കാൾ 5 കൂടുതലാണ് 11. സൈക്കിളിൽ വരുന്ന പെൺകുട്ടികളുടെ എണ്ണം എത്ര? സൈക്കിൾ ഇതാണല്ലേ? അതിൽ 5 പെൺകുട്ടികളാണ് സൈക്കിളിൽ വരുന്നത്. അതുകൊണ്ട് 5 എന്ന് എഴുതുക. ഇനി വിവിധ വാഹനങ്ങളിൽ വരുന്ന ആൺകുട്ടികളുടെ ആകെ എണ്ണം എത്രയാണ്? ആൺകുട്ടികളെ മുഴുവൻ കൂട്ടി നോക്കിയാൽ, ഈ നടന്നു വരുന്നവരെ ഒഴികെ വാഹനങ്ങളിൽ വരുന്ന ആൺകുട്ടികളെ കൂട്ടി നോക്കിയാൽ 11 കിട്ടും. അപ്പോൾ 11 എന്ന് എഴുതുക. നടന്നു വരുന്ന കുട്ടികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക. അതിൽ ഡി ആണ് ശരി. സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ 1 കുറവാണ് നടന്നു വരുന്നവർ. സൈക്കിളിൽ വരുന്നവർ നോക്കിയാൽ നമുക്ക് കാണാം 6 ഉണ്ട് അല്ലേ? 7 ഉണ്ട്. നടന്നു വരുന്നവർ 6 ആണുള്ളത്. അപ്പോൾ 1 കുറവാണ്. പ്രവർത്തനം 5, വീതം വയ്ക്കാം. രോഹന്റെ കയ്യിൽ 20 മഞ്ചാടിയുണ്ട്. കളിക്കാനായി അവർ അത് 4 തുല്യ കൂട്ടമാക്കി.
അപ്പോൾ ഒരു കൂട്ടത്തിലെ മഞ്ചാടിയുടെ എണ്ണം വരച്ചു ചേർക്കുക. 20നെ 4 കൊണ്ട് ഹരിച്ചാൽ, അല്ലെങ്കിൽ 20ൽ എത്ര 4 ഉണ്ട്? 5. അപ്പോൾ 5ൻ്റെ കൂട്ടമാക്കിയാൽ 4 കൂട്ടം കിട്ടും. അതുകൊണ്ട് 5. ഒരു കൂട്ടത്തിൽ 5ആണുള്ളത് അല്ലേ. 2 കൂട്ടത്തിൽ 10, 3 കൂട്ടത്തിൽ 15, 4 കൂട്ടത്തിൽ 20. ഇനി മഞ്ചാടി 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. ഒരാൾക്ക് കിട്ടിയ മഞ്ചാടി എത്രയാണ്? 12 ഹരിക്കണം 3 സമം 4. പിന്നെ 4 × 3 സമം 12. 12 ഹരിക്കണം 3, 4 എന്നത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി 4നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 12 കിട്ടണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റാണ്. 35 രൂപ 5 പേർക്ക് തുല്യമായി വീതിച്ചു നൽകി. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 35 ഹരിക്കണം 5. 35ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കിയാൽ മതി. എത്ര 5 ഉണ്ട്? 7. അതുകൊണ്ട് ഓരോരുത്തർക്കും 7 രൂപ വീതം കിട്ടി. രോഹന്റെ അച്ഛന് 60 സെന്റ് കൃഷി സ്ഥലമുണ്ട്. പകുതി ഭാഗത്ത് തെങ്ങ് കൃഷിയാണ്. 60 സെന്റിൽ പകുതി തെങ്ങ് കൃഷിയാണ്. അതായത് 30 സെന്റിൽ തെങ്ങ് കൃഷിയാണ്. ബാക്കി എത്ര സെന്റ് ഉണ്ട്? ബാക്കി 30. അപ്പോൾ ബാക്കി സ്ഥലത്ത്, അതായത് ബാക്കി 30 സെന്റിൽ തുല്യമായി വീതിച്ച് വാഴയും പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. അപ്പോൾ 30ൽ തുല്യമായി വീതിച്ച്, അപ്പോൾ 30ൻ്റെ പകുതി വാഴയും പകുതി പച്ചക്കറിയും. അങ്ങനെയാണെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അളവ് എത്ര? ഇപ്പോൾ 30ൻ്റെ പകുതി എത്രയാണ്? 15 ആണ് അല്ലേ. അതുകൊണ്ട് 15 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇത്രയുമാണ് 3ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിലുള്ളത്.